സോ മാം ഇപ്പം ഹേമ കമ്മിറ്റി ഉണ്ട്. സോ അതിൽ കുറേ പേര് ഇപ്പം രാജിവെച്ചു, ലൈക്ക് അല്ലാതെ കുറച്ച് പേര് പറയുന്നുണ്ട് രാജിവെച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. അത് എത്രത്തോളം ആ ഇഷ്യൂവിൽ റെലവൻസ് ഉണ്ട് എന്നാണ് മാമിന് തോന്നുന്നത്? അല്ല, ശരിക്കും എൻ്റെ അഭിപ്രായത്തിലും രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ എങ്ങൊന്നും ഓടിപ്പോകുന്നത് നല്ലൊരു സൊല്യൂഷനല്ല. എവിടെ നമ്മൾ എന്തിനും ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ മീഡിയയുടെ തന്നെ ഞാൻ നിങ്ങളോട് തന്നെ പറയാണ്, നിങ്ങൾ അത്രത്തോളം അവർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയെന്ന് തന്നെ പറയാം. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളെ നല്ലതെന്ന് ഉദ്ദേശിച്ചാൽ പൊതുവേ. കാരണം അവർക്ക് വന്ന് സ്റ്റേനായിട്ട് നിന്ന് പറയാനും അവർക്ക് ആരെയും പേടിച്ചിട്ടല്ല. പക്ഷേ അവരുടെ ഒരു മാനസിക ബുദ്ധിമുട്ട്. കാരണം എത്രയോ വർഷമായിട്ട് എത്രയോ നാളത്തെ ഹാർഡ് വർക്കിൻ്റെ ഫലമാണ് അവർ ആ ഒരു ലെവലിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത്. അപ്പം എന്താ പറയുക, ഒരു റിപ്പോർട്ടിൻ്റെ പേരിൽ അപ്പോൾ അത്രത്തോളം അവർ മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർ ഈ പറയുന്ന പോലെ നമ്മൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഒരാളോട് നേരെ കല്ലെറിയുമ്പോൾ ആ ആൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഒരിക്കലും അതിനൊരു തെളിവില്ല. മനസ്സിലായി? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് തെളിയിക്കുന്നിടം വരെയും അവർ കുറ്റക്കാരല്ല, ആരുമല്ല. ഈ പറയുന്ന പേര് വന്നിട്ടുള്ള ആൾക്കാർ പോലും കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആർക്കും അറിയില്ല. ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാർ പറയുന്നത് സത്യമാണോ എന്നും ആർക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ റിസൈൻ ചെയ്തു പോയത് ശരിയായില്ല എന്ന് പറയും. പിന്നെ കുറച്ച് പേര് ചെയ്തിട്ടില്ല എന്നും പറയുന്നു. എൻ്റെ അഭിപ്രായത്തിൽ അവരെല്ലാം വീണ്ടും തിരിച്ചു വരട്ടെ. പക്ഷേ ഇനിയും അവർ കാരണം റിസൈൻ ചെയ്തു പോയത് കൊണ്ട് ഒരു പക്ഷേ വരില്ലായിരിക്കും. അപ്പോൾ 2 monthsന് ശേഷം വീണ്ടും ഇലക്ഷൻ ഉണ്ടാവും. അപ്പോൾ പുതിയ ആൾക്കാർ വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാമിന് പെർട്ടിക്കുലർ ആൾ വന്നാൽ കൊള്ളാം, he'll be more responsible or she will be more responsible, അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. കാരണം എല്ലാവരും ഇപ്പോൾ ഒരു മന്ത്രിയാണെങ്കിലും ശരി, പുള്ളി ഇരുന്ന് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ വോട്ട് ചെയ്ത് വിടുന്നുണ്ട്. പക്ഷെ പുള്ളി ഇരുന്ന് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതൊരു ചാരിറ്റി സംഘടനയല്ലേ, ഇവിടെ ഇന്നാൾ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ അത് അവരുടെ ഒരു മനസ്സിൻ്റെ ഒരു വലിപ്പത്തിലാണ്. കാരണം അവർക്കിതുകൊണ്ട് അവരുടെ ഇവിടെ നിന്നൊന്നും എടുത്തുകൊണ്ട് പോയി അവിടെ കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ടല്ല അവർ ഈ ഒരു സംഘടന തുടങ്ങിയിരിക്കുന്നത്. അവരെ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് പേര് അതിലുണ്ട്. എത്രയോ അമ്മമാർക്ക് എന്താ പറയുക പെൻഷൻ കൊടുക്കുന്നുണ്ട്, എത്രയോ അമ്മമാർക്ക് മെഡിസിൻ കൊടുക്കുന്നുണ്ട്. ഈവൻ അവിടെ വരുന്ന ചില അമ്മമാരൊക്കെ പറയാറുണ്ട്, ഇത് അമ്മ ഇന്ന് കിട്ടിയ പെൻഷൻ കൊണ്ട് മേടിച്ച ബ്ലൗസാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതൊക്കെ പറയുമ്പോൾ നമ്മുടെയൊക്കെ കണ്ണ് നിറഞ്ഞു പോകും. കാരണം നാളെ നമ്മൾ ഈ അവസ്ഥയിലെത്തും. മനസ്സിലായി? എന്നും ഈ ഒരു ഗ്ലാമറോ അല്ലെങ്കിൽ ഈ ഒരു ചുറിയുറുക്കോ ഒന്നും ഉണ്ടാവില്ല. നാളെ നമുക്കും അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ വന്നിട്ട് നമ്മളും ചിലപ്പോൾ ഇതിനെയൊക്കെ ആശ്രയിച്ചായിരിക്കും. അപ്പം ഇപ്പം ലാലേട്ടനോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കോ ഒന്നും ഇതിൽ വന്ന് ഇരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ അതവരുടെ വലിയ മനസ്സിൻ്റെയാണ്. മനസ്സിലായത്? കാരണം അവരവിടെ നിന്നൊന്നും കൊണ്ടുപോകുന്നില്ല. അവരുടെ സമയവും ഒക്കെ മെനക്കെട്ട് അവരവിടെ വന്ന് ഇരിക്കുകയാണ്. ഇരുന്ന് ഇത്രയും കാര്യങ്ങൾ, ഇതൊരു ചെറിയ കാര്യമല്ല, ഇത്രയും എന്തോരം കാര്യങ്ങൾ അതിനകത്ത് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന ആൾ വന്നാൽ നന്നാവും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചെയ്തു വെച്ചിരിക്കുന്ന അത്രയും നല്ല കാര്യങ്ങളാണ്, അത് നമുക്ക് കാണാനുള്ള കാര്യങ്ങളാണ്. ഇനി അങ്ങോട്ട് ആര് വരും, അവർ വന്നാൽ നന്നാവോ ഇല്ലയോ എന്നൊക്കെ അവർ വന്നതിന് ശേഷം അറിയാൻ പറ്റത്തുള്ളൂ. സോ മാം നേരത്തെ കോൺവെർസേഷനിൽ പറഞ്ഞായിരുന്നു സിദ്ദിഖ് സാർ മാമിന്റെ വെരി ക്ലോസ് ഫ്രണ്ട് ആണെന്നുള്ളത്. അപ്പോൾ മാമിന് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ പുള്ളി ഇങ്ങനെ ഒരു കുറ്റകൃത്യം? ഇല്ല, എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. കാരണം ഞങ്ങളോടൊക്കെ ഉള്ള ബിഹേവിയർ എന്ന് പറയുമ്പോൾ ഈവൻ ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഞങ്ങൾ മഴവിൽ മനോരമയുടെ പ്രോഗ്രാമിൽ ലിസ്റ്റിൽ ഞാനും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സിക്കായത് കൊണ്ടിട്ട് ഞാനതിൽ നിന്ന് ക്വിറ്റ് ചെയ്യായിരുന്നു. എനിക്ക് സുഖമില്ലാതെ. കാരണം ആ സമയത്ത് തന്നെ എനിക്ക് എറണാകുളത്തൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം എനിക്ക് ആ ഷൂട്ടിനോടൊപ്പം തന്നെ കണക്റ്റഡ് ആയിരുന്നു. അത് തീരുന്ന ദിവസം തന്നെ ഇവിടെ റിഹേഴ്സൽ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ എന്നോട് പറഞ്ഞത്, പോയി ട്രിവാൻഡ്രത്ത് പോയിട്ട് ടൈം ആകുമ്പോൾ വന്നാൽ മതി, വെറുതെ അവിടെ വന്ന് നിൽക്കണ്ടല്ലോ. മനസ്സിലായോ? വെറുതെ അവിടെ വന്ന് നിൽക്കണ്ടല്ലോ, ടൈം ആകുമ്പോൾ ഞങ്ങൾ വിളിക്കാം. കാരണം ഞങ്ങൾക്ക് 20 എന്തോ ആയിരുന്നു അന്ന് പ്രോഗ്രാം. അപ്പോൾ 19th നമുക്കൊരു ഹാഫ് ഡേയുടെ റിഹേഴ്സലിൻ്റെ ആവശ്യമുള്ളൂ, സ്കിറ്റല്ലേ, നമുക്ക് ചെയ്യാം. അപ്പം നീ വെറുതെ അവിടെ വന്ന് 17th മുതൽ വെറുതെ സ്പെൻഡ് ചെയ്യുന്നത് എന്തിനാ? അപ്പോൾ അത്രയും വേണമെങ്കിൽ പറഞ്ഞാൽ പോരെ അവിടെ വന്ന് താമസിക്കുക. ഈ പറയുന്ന രീതിയിൽ, ആൾക്കാർ പറയുന്ന രീതിയിലാണെങ്കിൽ പറയാം, അങ്ങനെയും പറയാം. പക്ഷെ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. മനസ്സിലായി? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ്. അപ്പം നമ്മൾക്ക് ഇനിയിപ്പോൾ ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾക്കത് ബിലീവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്.